4 പതിറ്റാണ്ട് മുമ്പ് റവന്യൂ വകുപ്പ് പട്ടയം നൽകിയ ഭൂമിയിൽ താമസിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള 24 കുടുംബങ്ങൾക്ക് വനം വകുപ്പിന്റെ കുടിയിറക്ക ഭീഷണി. കാസർഗോഡ് ജില്ലയിലെ വെസ്റ്റ് അളേരി ചാമക്കളം സ്വദേശികളാണ് ആശങ്കയിൽ കഴിയുന്നത്. സർക്കാർ നൽകിയ ഭൂമി സർക്കാർ തന്നെ തിരിച്ചുപിടിക്കാൻ നീക്കം നടത്തുമ്പോൾ നിസ്സഹായരാവുകയാണ് ഈ കർഷക തൊഴിലാളി കുടുംബങ്ങൾ. ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്ക് സർക്കാർ പതിച്ചു നൽകിയ മിച്ചഭൂമിയിൽ 4 പതിറ്റാണ്ടായി വീട് വെച്ചും കൃഷി ചെയ്തും ജീവിച്ചു വരുന്നവരാണ് കാസർഗോഡ് വെസ്റ്റ് അളേരി ചാമക്കളത്തെ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന 24 കുടുംബങ്ങൾ. ജന്മിയിൽ നിന്നും ഏറ്റെടുത്ത മിച്ചഭൂമി 1976-ൽ അന്നത്തെ കണ്ണൂർ ജില്ലാ കലക്ടറാണ് ഭൂരഹിതരായ കർഷക തൊഴിലാളി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയത്. അന്ന് 1 ഏക്കർ വീതം ഭൂമിയാണ് അനുവദിച്ചത്. ഈ ഭൂമിയെല്ലാം ഇപ്പോൾ മക്കൾക്ക് വീതം വെച്ചു നൽകിയതിനെ തുടർന്ന് കുടുംബങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു. ഭൂമിയാകെ കായ്ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ഇതിനിടെയാണ് ഈ ഭൂമി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും കുടിയിറങ്ങേണ്ടി വരുമെന്നും വനംവകുപ്പ് ഈ കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. നാട്ടുകാരനായ MG രാമചന്ദ്രൻ എത്രയോ വർഷമായിട്ട് ഇവരിവിടെ കുടിയിരിക്കുന്നതാണ്. ഇപ്പോൾ ഫോറസ്റ്റുകാർ വന്നിട്ട് പറയുന്നത് ഇവിടെ അത് ഫോറസ്റ്റ് ഏരിയയാണ്, കാര്യമായ ദേഹണമൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. വനംവകുപ്പ് പറയുന്നത് അവരുടേതാണെന്ന്. റവന്യൂ വകുപ്പാണല്ലോ ഇവർക്ക് സ്ഥലം കൊടുത്തത്. കുടിയിറക്ക് ഭീഷണിയിൽ നിന്നും ഈ ജനങ്ങളെ രക്ഷിക്കണം. കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ചാമക്കളം. റവന്യൂ വകുപ്പ് പട്ടയം നൽകുമ്പോഴോ ഭൂമി കൈമാറുമ്പോഴോ ഇടപെടൽ നടത്താതിരുന്ന വനം വകുപ്പ് 4 പതിറ്റാണ്ടിന് ശേഷം കുടിയിറക്ക് ഭീഷണി ഉയർത്തുകയാണ്. റവന്യൂ വനം വകുപ്പ് തർക്കങ്ങൾ സർക്കാർ തലത്തിൽ പരിഹരിക്കണമെന്നും കുടിയിറക്കിൽ നിന്നും തങ്ങളെ സംരക്ഷിക്കണമെന്നുമാണ് ഈ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെന്റും വനം വകുപ്പും തമ്മിലുള്ള തർക്കത്തിന്റെ ബലിയാടുകളാണ് കാസർഗോഡ് വെസ്റ്റ് അളേരി പഞ്ചായത്തിലെ ചാമക്കളത്തെ 24ഓളം കുടുംബങ്ങൾ. ഏതു സമയത്തും ഈ കുടുംബങ്ങളെ ഇവിടെ നിന്നും കുടിയിറക്കാനുള്ള നീക്കത്തിലാണ് വനം വകുപ്പ് അധികൃതർ. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. ഇന്ന് കർക്കടക വാവുബലി. സ്നാനഘട്ടത്തിൽ പിതൃതർപ്പണത്തിനായുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രം, ആലുവ, മണപ്പുറം, തിരുനാവായ എന്നിവിടങ്ങളിൽ 10,000-ങ്ങളാണ് ബലിയിടാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ജിതിൻ ചന്ദ്രൻ ചേരുന്നു ശംഖുമുഖത്ത് നിന്നും. ജിതിൻ, ചടങ്ങുകൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഇപ്പോഴും തിരക്ക് അനുഭവപ്പെടുകയാണോ? ഓരോ സ്നാനഘട്ടങ്ങളിലും പുലർച്ചെ മുതൽ തന്നെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പിതൃസ്മരണയിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി മടങ്ങിയത്. ദക്ഷിണ കേരളത്തിൽ പ്രധാനമായും തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ശംഖുമുഖം കടൽപ്പുറത്താണ്. ഇവിടെയും പുലർച്ചെ മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ 3:15-നാണ് ഇത്തവണത്തെ ബലിതർപ്പണ സമയം ആരംഭിച്ചത്. അപ്പോൾ മുതൽ തന്നെ വലിയ തിരക്കാണ് എല്ലാ സ്നാനഘട്ടങ്ങളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇത്തവണ കടൽ കൂടുതൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ തിരക്ക് മുൻ വർഷങ്ങളിലെ ഇതിനേക്കാൾ കുറവാണ്. ഒപ്പം തന്നെ കടൽ കയറിയ പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ ലൈഫ് ഗാർഡുമാരെയും 350ഓളം പോലീസുകാരെയും തീരത്ത് നിയോഗിച്ചിട്ടുണ്ട്. ഒപ്പം മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും ആരോഗ്യവകുപ്പിൻ്റെ മെഡിക്കൽ സെല്ലുകളടക്കം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് തിരുവല്ലത്തും ഒപ്പം മറ്റ് കേന്ദ്രങ്ങൾ വർക്കല, പാപനാശം, അരുവിപ്പുറം എന്നീ സ്ഥലങ്ങളാണ് തിരുവനന്തപുരത്ത് പ്രധാനമായും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും തിരുവനന്തപുരം നഗരസഭയുടെയും സംയുക്ത നേതൃത്വത്തിലാണ് ഇവിടെയെല്ലാം ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. വിപുലമായ ക്രമീകരണങ്ങളാണ് എല്ലാ കേന്ദ്രങ്ങളിലും നടത്തിയിട്ടുള്ളത്. പ്രത്യേക ബസ് സർവീസുകൾ ഇങ്ങോട്ട് ഏർപ്പാടാക്കിയിരുന്നു. ഒപ്പം ഇവിടെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിക്കൊണ്ട് തിരക്ക് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങളും നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളില്ലാതെയാണ് ഇതുവരെ എല്ലായിടങ്ങളിലും സുഗമമായി തന്നെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിച്ചത്. ദക്ഷിണ കേരളത്തിലെ മറ്റു ജില്ലകളായ കൊല്ലത്ത് പ്രധാനമായും തിരുമുല്ലവാരം ക്ഷേത്രത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ഒപ്പം മുണ്ടക്കൽ, പാപനാശം ബീച്ചിലും ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം പത്തനംതിട്ടയിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ പ്രധാനമായും നടക്കുന്നത്. പമ്പയാറിൻ്റെ തീരത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ദക്ഷിണ കേരളത്തിൽ ഇത്തരത്തിൽ പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് എല്ലാ സ്നാനഘട്ടങ്ങളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് 2:15 വരെയാണ് ബലിതർപ്പണ ചടങ്ങിൻ്റെ സമയം. എങ്കിലും 11 മണിയോടുകൂടി എല്ലായിടങ്ങളിലും ഏറെക്കുറെ ചടങ്ങുകൾ പൂർത്തിയാകുമെന്നാണ് കരുതുന്നത്. അഞ്ജു. ശരി. സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിലായി സ്നാനഘട്ടങ്ങളിലായി പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു തിരക്ക്. ഏതാണ്ട് പുലർച്ചെ 2:30 ആരംഭിച്ച ചടങ്ങുകൾ ഇപ്പോഴും വലിയ തിരക്കോടെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട്
2:15 വരെയാണ് സമയമെങ്കിലും 11 മണിയോടുകൂടി തിരക്ക് ഏറെക്കുറെ ഒഴിയാനുള്ള ഒരു സാഹചര്യമൊക്കെയാണ് നിലവിലുള്ളത്. തിരുവനന്തപുരത്ത് ശംഖുമുഖം, ഒപ്പം തിരുവല്ലം ക്ഷേത്രങ്ങളിലും കൊല്ലം, വർക്കല പാപനാശം എന്നിവിടങ്ങളിലൊക്കെയാണ് പ്രധാന കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള ഒഴുക്ക് ആണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഇന്നലെ ഉച്ചയോടെ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ ആളുകൾ എത്തി ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. പുലർച്ചെ 2 മണിയോടെ 2:30 തുടങ്ങിയ ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം മധ്യ കേരളത്തിൽ ആലുവ, മണപ്പുറത്താണ് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നത്. വിവിധ ജില്ലകളിൽ നിന്നായി ആലുവ, മണപ്പുറത്തേക്ക് ആയിരങ്ങൾ തന്നെ ആണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം മലബാറിൽ നിന്ന് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലും വലിയ രീതിയിലുള്ള ഒരു തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിതൃമോക്ഷത്തിന് പിൻതലമുറ വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ചടങ്ങ് അനുഷ്ഠിക്കുന്നത്. ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ബഹുബലി നടത്തിപ്പിന് ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ റാങ്കിനുള്ള 4 ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മലബാറിലെ വിശേഷങ്ങളിലേക്കൊക്കെ എത്താം. ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുനാവായയിൽ നിന്നും KT സ്വാലിഹ് കൂടി ചേരുന്നു. സ്വാലിഹ്, തിരുനാവായ നാവമുകുന്ദ ക്ഷേത്രത്തിലും വലിയ രീതിയിലുള്ള തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ചടങ്ങുകൾ ഏതു രീതിയിൽ പുരോഗമിക്കുന്നു? അഞ്ജു, ആയിരങ്ങളാണ് പിതൃസ്മരണയിൽ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ബലിതർപ്പണത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ പുലർച്ചെ 2 മണിയോടെ ആരംഭിച്ച ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് പേർ ഇതിനകം തന്നെ ബലിതർപ്പണം നടത്തി കഴിഞ്ഞു. 16 കാർമ്മികളുടെ നേതൃത്വത്തിലാണ് തിരുനാവായയിൽ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഇതിനായി വിപുലമായ സൗകര്യങ്ങൾ ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. രാത്രി 2 മണി മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. 11 മണി വരെ ഇതേ രീതിയിൽ തിരക്ക് അനുഭവപ്പെടുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ബലിതർപ്പണത്തിനെത്തുന്നവരെ സഹായിക്കാൻ പോലീസും മറ്റ് സന്നദ്ധ സംഘടനകളും പ്രവർത്തന സജ്ജരായി നിൽക്കുന്നുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം, വലിയ സുരക്ഷാ സജ്ജീകരണങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പേർ പതിവ് പോലെ എത്തുന്ന സ്ഥലമാണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം. മലബാറിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ക്ഷേത്രം കൂടിയാണ്. തിരുനെല്ലിയിലും വരക്കലുമെല്ലാം ഇതുപോലെ ആയിരങ്ങൾ ഇന്ന് ബലിതർപ്പണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ജു, ശരി. KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ആലപ്പുഴ പുന്നപ്ര തീരപ്രദേശത്ത് നങ്കൂരമിട്ടിരുന്ന വള്ളങ്ങൾ വേലിയേറ്റത്തെ തുടർന്ന് അപകടത്തിൽപ്പെട്ടു. 15 വള്ളങ്ങളാണ് കടലിൽ മുങ്ങിയത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. 3 വള്ളങ്ങൾ കാണാതായിട്ടുമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, എപ്പോഴായിരുന്നു അപകടം? അപ്രതീക്ഷിതമായി ഉണ്ടായിരിക്കുന്ന ഈ വേലിയേറ്റം അത് വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടത്തിലേക്കാണോ എത്തിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും 40 ലക്ഷം രൂപ മുതൽ 70 ലക്ഷം രൂപ വരെ വിലയുള്ള ഏകദേശം 15 വള്ളങ്ങളാണ് പൂർണ്ണമായിട്ടും തകർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് ശേഷം തീരക്കടലിൽ നങ്കൂരമിട്ടിരുന്ന വള്ളങ്ങളാണ് ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞത്. നിരവധി മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാർഗമാണ് ഇതോടുകൂടി വഴിമുട്ടിയിരിക്കുന്നത്. കാരണം ഒരു വള്ളത്തിൽ 30 മുതൽ 40 വരെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന വള്ളത്തിനാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്. വേലിയേറ്റത്തെ തുടർന്നാണ് അപകടം സംഭവിച്ചിരുന്നത്. പുറംകടലിൽ നങ്കൂരമിട്ടിരുന്ന വള്ളങ്ങളാണ് ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞിരിക്കുന്നത്. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും ശക്തമായ പ്രതിഷേധത്തിലാണ്. കാരണം കടലാക്രമണമാണെങ്കിൽ പോലും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാർഗം വഴിമുട്ടിയ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര സഹായം ഉണ്ടാകണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഷാജഹാൻ, ഏതാണ്ട് ട്രോളിംഗ് നിരോധനം അവസാനിച്ചതേ ഉള്ളൂ. അതിനിടയിൽ ഏറെ പ്രതീക്ഷയോടെ ഇനിയുള്ള നാളുകൾ പോകേണ്ടിയിരുന്ന കാലത്ത് പെട്ടെന്നുണ്ടായിരിക്കുന്ന ഈ ഒരു അപകടം അത് വലിയ രീതിയിലുള്ള ഒരു നഷ്ടം തന്നെയല്ലേ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്? തീർച്ചയായിട്ടും ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ഏത് വിധേനയും തങ്ങളുടെ കഴിഞ്ഞ 2 മാസക്കാലത്തെ പട്ടിണിയും മറ്റും പലിശയ്ക്കും മറ്റും കടമെടുത്തായിരുന്നു ഇവരുടെ ജീവിതമാർഗം മുൻപോട്ട് കൊണ്ടുപോയിക്കുന്നത്. ഇത് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു അവരിപ്പോൾ നടത്താനിരുന്നത്. എന്തായാലും തങ്ങളുടെ വള്ളങ്ങൾ കൂടി നഷ്ടപ്പെട്ടതോടുകൂടി കൂടുതൽ കടക്കണിയിലായി മാറിയിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരം ലഭിച്ചാൽ മാത്രമേ തങ്ങൾക്ക് ഇനി മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.
പാമുലൻ കേസിൽ സുപ്രീംകോടതി ഇന്ന് വാദം കേൾക്കും. കേസ് പിൻവലിക്കുന്നതിനായി ഉമ്മൻചാണ്ടി സർക്കാർ കൈക്കൊണ്ട തീരുമാനത്തെ എതിർത്ത് വി.എസ്. അച്യുതാനന്ദൻ നൽകിയ ഹർജിയിലെ തുടർവാദമാണ് ഇന്ന് നടക്കുക. നേരത്തെ കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ മന്ത്രി ടി.എച്ച്. മുസ്തഫ, മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ എന്നിവരും ഹർജി നൽകിയിരുന്നു. കഴിഞ്ഞ മെയ് മാസം കേസ് പരിഗണിക്കവേ മുൻ സർക്കാർ അഭിഭാഷകനെ വിമർശിച്ച കോടതി കേസിൽ ആരെയും ഇപ്പോൾ കുറ്റവിമുക്തനാകില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് 10,000-ഓളം ഇന്ത്യക്കാർ സൗദിയിൽ കുടുങ്ങിയ സാഹചര്യത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി.കെ. സിംഗ് ഇന്ന് റിയാദിലേക്ക് പോകും. തൊഴിൽ നഷ്ടപ്പെട്ട് സൗദിയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലേക്ക് തിരികെ എത്തിക്കുന്നതിന് ഭരണാധികാരികളുമായി വി.കെ. സിംഗ് ചർച്ച നടത്തും. ദുരിതത്തിലായ തൊഴിലാളികൾക്ക് എക്സിറ്റ് വിസ അനുവദിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെടും. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുകയാണ്. മനു, മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ തിരികെ നാട്ടിലേക്ക് എത്തിക്കാനായുള്ള നടപടിക്രമങ്ങൾ അത് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ഒപ്പം വിദേശകാര്യ സഹമന്ത്രി വി.കെ. സിംഗ് എപ്പോഴാകും സൗദിയിലേക്ക് തിരിക്കുക? വി.കെ. സിംഗ് അല്പസമയങ്ങൾക്കകം തന്നെ സൗദിയിലേക്ക് തിരിക്കുമെന്നാണ് നിലവിൽ ദില്ലിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതിനുശേഷം സൗദി ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തും. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുക നിലവിൽ ശമ്പളം ലഭിക്കാതെ ലേബർ ക്യാമ്പുകളിൽ ദുരന്തം അനുഭവിച്ച് താമസിക്കുന്ന ഇന്ത്യക്കാരെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനായി എക്സിറ്റ് വിസ സമ്പ്രദായം എത്രയും വേഗം നടപ്പാക്കണം എന്നൊരു ആവശ്യമാകും മുന്നോട്ട് വയ്ക്കുക. ഇക്കാര്യം ഇന്നലെ തന്നെ വിദേശകാര്യമന്ത്രി തന്നെ സൗദി ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിലൊരു അനുകൂല നിലപാടാണ് സൗദി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നത്. എങ്കിലും ഇക്കാര്യം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാകും ആവശ്യപ്പെടുക. ഇതിൽ തടസ്സമായി മുന്നോട്ട് നിൽക്കുന്നത് കമ്പനികളുടെ എതിർപ്പില്ലാ രേഖ, അതായത് NOC വേണമെന്നതാണ്. നിലവിൽ ഇത്തരത്തിലൊരു എക്സിറ്റ് വിസ ലഭിക്കണമെങ്കിൽ തൊഴിലാളികൾക്ക് തിരിച്ചെത്തണമെങ്കിലും ഈ കമ്പനികളുടെ അനുമതിയോടെയുള്ള NOC സർട്ടിഫിക്കറ്റ് വേണമെന്നതാണ് നിയമം. എന്നാൽ ഈ കമ്പനികളെല്ലാം പൂട്ടി ഉടമകൾ സ്ഥലം വിട്ടിരിക്കുകയാണ്. അതിനാൽ ഈ NOC കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതാണ് നിലവിൽ പ്രതികൂലമായി തൊഴിലാളികൾക്ക് മുന്നിൽ നിൽക്കുന്നത്. അതിനാൽ NOC ഇല്ലാതെയും എക്സിറ്റ് വിസ അനുവദിക്കണമെന്നൊരു ആവശ്യമാകും നിലവിൽ വിദേശകാര്യ സഹമന്ത്രി വി.കെ. സിംഗ് നിലവിൽ സൗദി ഭരണാധികാരികൾക്ക് മുന്നാകെ വയ്ക്കുക. അതോടൊപ്പം നിലവിൽ ശമ്പള കുടിശ്ശിക സംബന്ധിച്ചുള്ള കാര്യത്തിലും 4 മാസത്തോളം ശമ്പളം ലഭിക്കാതെ ഈ തൊഴിലാളികൾ അവിടെ ദുരന്തത്തിലായിരുന്നു. ഇവരുടെ ശമ്പള കുടിശ്ശിക തീർപ്പാക്കുന്നതിന് സർക്കാർ തന്നെ ഒരു ഇടപെടൽ നടത്തണമെന്നൊരു ആവശ്യവും വിദേശകാര്യ സഹമന്ത്രി നടത്തും. അതോടൊപ്പം വിവിധ എംബസികളുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇന്ത്യൻ എംബസികൾക്ക് പുറമെ മറ്റു എംബസികളുടെ സഹായം കൂടി ഇക്കാര്യത്തിൽ തേടിയേക്കും വിദേശകാര്യ മന്ത്രാലയം എന്നാണ് അറിയുന്നത്. നിലവിൽ ഇവരുടെ പുനരധിവാസം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാർ പ്രതിനിധികളുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പീപ്പിൾ ഫോളോ അപ്പ്. ഇത്തവണ ഓണത്തിന് ശീതകാല പച്ചക്കറികളുടെ കലവറയായ കാന്തല്ലൂർ വട്ടവട പ്രദേശങ്ങളിലെ കർഷകരിൽ നിന്നും പൂർണ്ണമായും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുമെന്ന് ഹോർട്ടികോർപ്പ്. പ്രദേശത്തു നിന്നുള്ള പച്ചക്കറി സംഭരണം അവതാളത്തിലായെന്ന പീപ്പിൾ വാർത്തയെ തുടർന്നാണ് വിശദീകരണവുമായി ഹോർട്ടികോർപ്പ് അധികൃതർ രംഗത്ത് വന്നിരിക്കുന്നത്. ശീതകാല പച്ചക്കറി കൃഷിയുടെ കലവറയായ കാന്തല്ലൂർ വട്ടവട മറയൂർ മേഖലയിൽ കർഷകർ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഹോർട്ടികോർപ്പ് വാങ്ങുന്നില്ലെന്ന കർഷകരുടെ പരാതി പീപ്പിൾ TV വാർത്തയാക്കിയതിനെ തുടർന്നാണ് ഓണം നാളുകളിൽ ഈ മേഖലയിൽ സജീവമാകാൻ ഹോർട്ടികോർപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. കർഷകർ ഉത്പാദിപ്പിക്കുന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മുഴുവൻ ശേഖരിക്കുമെന്ന് ഹോർട്ടികോർപ്പ് അധികൃതർ അറിയിച്ചു. ഓണത്തിന് സമയമാകുമ്പം സ്വാഭാവികമായിട്ടും പച്ചക്കറിക്ക് കച്ചവടം കൂടുന്നതനുസരിച്ചിട്ട് ഇവിടെ നിന്നുള്ള സംഭരണം അതിനനുസരിച്ച് വർദ്ധിപ്പിക്കും. പിന്നെ കൃത്യമായി ഓണത്തെക്കുറിച്ചൊരു ഡയറക്ഷൻ ഇതുവരെ വന്നിട്ടില്ല സർക്കാരിന്റെ ഓഫീസിൽ നിന്നുള്ളത്. അപ്പോൾ അത് വന്നു കഴിയുമ്പം അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടാവും. നിലവിൽ തമിഴ്നാട് വിപണിയെ ആശ്രയിക്കുന്ന കർഷകർക്ക് ഏറെ ആശ്വാസകരമാണ് ഹോർട്ടികോർപ്പിന്റെ തീരുമാനം. പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കുന്നതിന് സ്ഥിരം സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ കാന്തല്ലൂരിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ ആളുകൾക്ക് പുതുരുചി തന്നെ പകർന്നു നൽകും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഓണം വിപണി ലക്ഷ്യം വെച്ച് കൃഷിയിറക്കിയ കർഷകരുടെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായി വിളനാശം. ഇടുക്കി കാന്തല്ലൂരിലെ വിളകളിലാണ് അഴുകൽ രോഗം പടർന്നു പിടിക്കുന്നത്. കൃഷിവകുപ്പ് അധികൃതർ കൃഷിയിടങ്ങളിൽ പരിശോധന നടത്തി പ്രതിരോധ നിർദ്ദേശങ്ങൾ നൽകി. ഓണം വിപണി ലക്ഷ്യം വെച്ച് കൃഷിയിറക്കിയ പച്ചക്കറി കർഷകരാണ് വിളകൾക്ക് ബാധിച്ച അഴുകൽ രോഗത്തെ തുടർന്ന് ദുരിതത്തിലായിരിക്കുന്നത്. ശീതകാല പച്ചക്കറികളായ കാബേജ്, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, ബീൻസ് തുടങ്ങി വിളകൾക്കാണ് കീടബാധ ബാധിച്ചത്. വിളകളുടെ തണ്ടും ഇലകൾക്കുമാണ് ആദ്യം കീടബാധ ഉണ്ടായത്.
കർഷകർ അറിയിച്ചതിനെ തുടർന്ന് കൃഷിവകുപ്പിന്റെ വിദഗ്ധ സംഘം കാന്തല്ലൂരിലെ കൃഷിമേഖലയിൽ പരിശോധന നടത്തി. കൃഷിയിടങ്ങളിലെ മണ്ണിന്റെ അമ്ലാംശം കുറഞ്ഞതാണ് കീടബാധയ്ക്ക് കാരണമെന്ന് കണ്ടെത്തി. കുമ്മായമിട്ട് അമ്ലത്വം പരിഹരിച്ചിട്ട് പച്ചക്കറി കൃഷി ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള രോഗങ്ങളുടെ ഈ ആക്രമണം ഉണ്ടാവാതിരിക്കാനും അതേപോലെ തന്നെ മണ്ണിലെ ന്യൂട്രിയൻസ് വളങ്ങളെല്ലാം വേണ്ട രീതിയിൽ വലിച്ചെടുക്കാനും ചെടികൾക്ക് സാധിക്കും. ബീൻസിന് കുമിൾബാധയും വെളുത്തുള്ളിക്ക് മഞ്ഞളിപ്പ് രോഗവും ഉരുളൻകിഴങ്ങിന് ബാക്ടീരിയ ബാധയും കണ്ടെത്തിയിട്ടുണ്ട്. പ്രാഥമിക ചികിത്സാ മാർഗങ്ങളും സംഘം നിർദ്ദേശിച്ചു. ഫ്യൂസേരിയം എന്ന് പറയുന്ന കുമിൾ രോഗത്തിന് പ്രതിവിധിയായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നു. നമ്മൾ കാർബൻ ഡാസിം എന്ന കുമിൾനാശിനി 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി മണ്ണിലെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. രോഗപ്രതിരോധ മാർഗങ്ങൾ ഫലപ്രദമായില്ലെങ്കിൽ ഓണക്കാലം വറുതിയുടെ കാലമാകുമോ എന്ന ആശങ്കയിലാണ് ഈ മേഖലയിലെ കർഷകർ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്തെ 56 ഹെക്ടർ നിലത്ത് നവംബറിൽ കൃഷി ഇറക്കുമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. ഇത് സംബന്ധിച്ച് നടപടിക്രമങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രി ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി. പദ്ധതി പ്രദേശത്ത് KGS ഗ്രൂപ്പ് അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നതായി കണ്ടെത്തിയ സ്ഥലം മിച്ചഭൂമിയായി പ്രഖ്യാപിക്കും. പദ്ധതി പ്രദേശത്തെ വ്യവസായ മേഖലാ പ്രഖ്യാപനം പിൻവലിക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞതായും കൃഷിമന്ത്രി അറിയിച്ചു. വിമാനത്താവളത്തിനായി മണ്ണിട്ട് നികത്തുകയും കാലങ്ങളായി തരിശായി കിടക്കുകയും ചെയ്യുന്ന പാടശേഖരങ്ങളിൽ കൃഷി ഇറക്കാനുള്ള സർക്കാർ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൃഷിമന്ത്രി VS സുനിൽകുമാർ ആറന്മുള സന്ദർശിച്ചത്. വിമാനത്താവളത്തിനായി മണ്ണിട്ട് നികത്തിയതിലൂടെ നീരൊഴുക്ക് നിലച്ച കരിമാടം തോട് പുനഃസ്ഥാപിക്കാനുള്ള ഹൈക്കോടതി വിധി 2 വർഷമായിട്ടും നടപ്പിലാകാത്തതിന് ജില്ലാ ഭരണകൂടത്തെ മന്ത്രി രൂക്ഷമായി വിമർശിച്ചു. ഭൂപരിഷ്കരണ നിയമത്തിന്റെ ലാൻഡ് സീലിംഗ് നിയമത്തിന്റെ വകുപ്പ് ലംഘിച്ചുകൊണ്ട് ഭൂമി കൈവശം വെച്ചിരിക്കുന്നു വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ 6-ാം തീയതിയിലെ യോഗത്തിൽ ഇത് മിച്ച ഭൂമിയായി പ്രഖ്യാപിക്കണം. 56 ഹെക്ടർ സ്ഥലത്ത് ആദ്യം ഇത് പുനഃസ്ഥാപിക്കാനും കൃഷി പുനരാരംഭിക്കാനും ബാക്കിയുള്ള സ്ഥലത്തേക്ക് അടിയന്തരമായി കൃഷി വ്യാപിപ്പിക്കാനുള്ള നടപടിക്രമത്തിലേക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി അതിന്റെ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. എന്ത് വന്നാലും ശരി, നവംബർ മാസത്തിൽ കൃഷി ഇറക്കാൻ കഴിയുന്ന വിധത്തിൽ ആ നീരൊഴുക്ക് പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് അക്ഷരം പ്രതി അനുസരിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് സാധിക്കും. ഏത് സാഹചര്യത്തിലും ഇവിടെ ആരംഭിക്കാൻ വേണ്ടി സാഹചര്യം കൃഷി വകുപ്പ് ഒരുക്കി കൊടുക്കും. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് KGS ഗ്രൂപ്പ് അനധികൃതമായി സ്ഥലം കൈവശം വെച്ചിരിക്കുന്നതായി കണ്ടെത്തിയിട്ട് 24 മാസമായിട്ടും താലൂക്ക് ലാൻഡ് ബോർഡ് നടപടി സ്വീകരിച്ചിട്ടില്ല. ഈ മാസം 6-ാം തീയതി ചേരുന്ന യോഗത്തിൽ ഈ സ്ഥലം മിച്ചഭൂമിയായി പ്രഖ്യാപിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ആറന്മുള, മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തുകളിലായി 443 ഹെക്ടർ സ്ഥലമുള്ളതിൽ 443 ഹെക്ടർ നിലമുള്ളതിൽ 20 ഹെക്ടറിൽ മാത്രമാണ് ഇപ്പോൾ കൃഷിയുള്ളത്. നവംബറിൽ തന്നെ പ്രാഥമികഘട്ട കൃഷി ആരംഭിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ആറന്മുള MLA വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ പ്രത്യേക സമിതി രൂപീകരിക്കാനും തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയമെന്ന് ചർച്ച ചെയ്യുമ്പോൾ സംഘർഷം എങ്ങനെ ഉണ്ടാവുന്നു, ആരു തുടങ്ങുന്നു എന്നുകൂടി ആലോചിക്കണമെന്നും സഖാക്കൾ കണ്ണൂരിൽ കൊല്ലപ്പെടുമ്പോൾ കണ്ണൂരിലെ ശക്തരായ ജനത തിരിച്ചടിക്കുമെന്നും കനയ്യകുമാർ പറഞ്ഞു. മോദി കേരളത്തിൽ വന്ന് ജനാധിപത്യവും മതേതരത്വവും എന്തെന്ന് മനസ്സിലാക്കണമെന്നും കനയ്യകുമാർ കണ്ണൂരിൽ പറഞ്ഞു. കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയമെന്നാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് സംഘർഷമുണ്ടാവുന്നത്? നമ്മുടെ സഖാക്കൾ കൊല്ലപ്പെടുന്നു. കണ്ണൂരിൽ വിപ്ലവ പ്രസ്ഥാനം ശക്തമാണ്. ശക്തരായ ജനത തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്നും അതിനെയാണ് അക്രമ രാഷ്ട്രീയമെന്ന് ചർച്ച ചെയ്യുന്നതെന്നും കനയ്യകുമാർ പറഞ്ഞു. कन्नूर की पॉलिटिक्स एक वायलेंट पॉलिटिक्स है, तो मैं वायलेंस के ऊपर तुमसे चर्चा करना चाहता हूँ. क्या होता है वायलेंस और कौन शुरू करता है वायलेंस को? वायलेंस हमेशा समाज के अंदर जो पावरफुल लोग होते हैं, जो स्ट्रक्चर में ऊपर होते हैं, वो वायलेंस की शुरुआत करते हैं, और जो ऑप्रेस्ड मास होता है वो रिएक्ट करता है. इसीलिए रिएक्ट करने वाला वायलेंस के लिए जिम्मेवार नहीं है, वायलेंस को इंस्टिगेट करने वाला वायलेंस के लिए जिम्मेवार है. ये बात मैं आपसे कहना चाहता हूँ. കണ്ണൂരിൽ CPI സംഘടിപ്പിച്ച NE ബാലറാം PP മുകുന്ദൻ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കനയ്യകുമാർ. മോദിയുടെ ഭരണത്തിന് കീഴിൽ ദളിതരുടെയും സ്ത്രീകളുടെയും കർഷകരുടെയും അടക്കം ജനജീവിതം ദുരിതമയമാണെന്നും മോദി വിദേശയാത്ര ചെയ്യുന്നതിന് പകരം കേരളത്തിലേക്ക് വരണമെന്നും എന്താണ് ജനാധിപത്യമെന്നും മതേതരത്വമെന്നും തിരിച്ചറിയണമെന്നും കനയ്യകുമാർ പറഞ്ഞു. हमको लगता है कि मोदी जी ईमानदारी से हर महीने
विदेश जाने की बजाय केरल आए, तब उनको पता चलेगा कि यहाँ पे कौन सी अच्छी चीजें हैं। अगर वो आएंगे तो उनको समझ में आएगा कि एजुकेशन कितना जरूरी है। अगर वो आएंगे तो उनको समझ में आएगा कि वुमेन एम्पावरमेंट कितना जरूरी है। हिंदू हो या मुसलमान हो, वो इस बात के लिए झगड़ा नहीं करते कि कौन बीफ खाएगा कौन बीफ नहीं खाएगा। इसको कहते हैं कम्युनल हार्मोनी, और इस कम्युनल हार्मोनी को बार बार बचाने की जरूरत है। ന്യൂസ് ബ്യൂറോ കണ്ണൂർ.